ഈ ഇലയിൽ പൊതിഞ്ഞു കെട്ടുന്നതൊക്കെ ഒരു മെനക്കേടാന്ന് ഓർത്തിരിക്കുകയല്ലേ? എന്നാൽ അങ്ങനൊന്നും ഇല്ലെന്നേ. അതൊക്കെ ദാ ഇത്രയേ ഉള്ളൂ. കഴുകി വൃത്തിയാക്കി എടുത്ത കരിമീൻ രണ്ട് സൈഡും ദാ ഇതുപോലൊന്ന് വരഞ്ഞ് മാറ്റി വെക്കാം. മസാലയ്ക്കായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കൈവച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല വരഞ്ഞു വെച്ച മീൻ ഓരോന്നായി എടുത്ത് അതിലേക്ക് നന്നായി തിരുമ്മി പിടിപ്പിച്ചെടുക്കാം. ഇനി ഈ മസാലയൊക്കെ നന്നായി മീനിലേക്ക് പിടിക്കാനായിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി അടച്ചു വെക്കാം. ശേഷം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മീനിൽ നിന്ന് 2 മീനെടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും പൊരിച്ച് കോരി മാറ്റാം. ഇനി മീൻ പൊരിച്ച എണ്ണയിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറു കഷ്ണങ്ങളാക്കിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി വഴറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കുറുക്കിയെടുത്ത് മസാല ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു വാഴയില എടുത്ത് ചെറു തീയിലിതായി ഇതുപോലെ വെച്ച് എല്ലാ സൈഡും ഒന്ന് ഇലയുടെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി വാട്ടിയെടുത്ത ഇലയിലേക്ക് മസാല വെച്ച് മുകളിലായി പൊരിച്ചെടുത്ത മീനും വെച്ച് വീണ്ടും മസാല വെച്ച് മീൻ മസാലയിൽ ഇതായി ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് ഇനി കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ വെച്ച് കൊടുത്ത് ഇല ഇതുപോലെ പൊതിഞ്ഞ് ഒരു നൂൽ വെച്ച് ഇതുപോലെ കെട്ടിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ 2 മീൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പൊതിക്കെട്ടും ദാ ഇതുപോലെ വെച്ച് കൊടുത്ത് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചു നോക്കിയിട്ട് പൊള്ളിച്ചെടുത്താൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി. ഇനി ആ പൊതിക്കെട്ട് ദാ ഇതുപോലെ പൊട്ടിച്ച് തുറന്ന് നോക്കുമ്പോൾ ദാ നോക്കി മസാലയെല്ലാം പിടിച്ച് നമ്മുടെ മീൻ സെറ്റ്. വാട്ടിയ ഇലയുടെയും ആ മസാലയുടെയൊക്കെ ഒരു സ്മെല്ലിങ് വരും, ഒരു രക്ഷയില്ല. എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾ ഏത് മീൻ മേടിച്ചാലും അതിൽ നിന്ന് ഒരു 2 എണ്ണമെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതുപോലൊന്നും ചെയ്ത് നോക്കാതിരിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാന്നേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.